ഹായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എല്ലാവർക്കും ഉമ്മ. അപ്പൊ എന്താണ് അമ്മ ഇന്നത്തെ പാചകം? ഇന്നത്തെ പാചകം ഒരു നേന്ത്രക്കായും ചെറുപയറും കൂടിയുള്ള ഒരു കൂട്ടുന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. അങ്ങനെ കൂട്ടുന്നാണ് അവിടെയൊക്കെ പറയാ. അപ്പൊ നേന്ത്രക്കായ ഇതാ വട്ടത്തിൽ ഇതാക്കണ്ടില്ലേ, ഇങ്ങനെയാണ് മുറിച്ചത്. അങ്ങനെയാണ് മുറിച്ചത്. അത് ഒരു പാത്രത്തിൽ തന്നെ കണ്ടല്ലോ, പിന്നെ അത് എടുത്ത് കാണിച്ചതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ചെറുപയർ വേവിച്ചിട്ടുണ്ട്, വേവണ്ടത്. പിന്നെ നാളികേരം കണ്ടോ, നാളികേരം, ജീരകം, ഒരു വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളകും കൂടി അരച്ചതാണ് കേട്ടോ. പച്ചമുളകും ഒരു വെളുത്തുള്ളിയുടെ അല്ലി, ജീരകം, നാളികേരം. നാളികേരം കുറച്ച്, അപ്പൊ പച്ചമുളകാണ് ഇതിന്. ആയിക്കോട്ടെ. പിന്നെ ഇത് വറവിടാം, കുറച്ച് നാളികേരം റെഡി. പിന്നെ കറിവേപ്പില, ഉണക്കമുളക്, കടുക്. അപ്പൊ സ്റ്റവ് കത്തിക്കൂ, പാത്രം വെക്കൂ. ഇതൊക്കെ പറഞ്ഞു തരുന്നതല്ലേ. അപ്പൊ നമുക്ക് ഈ കായ ഇടാം. കായ അതിലേക്ക് ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, വേവണ്ടേ. അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞപ്പൊടി, പിന്നെ കല്ലുപ്പ്. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഓക്കെ, ഇത് വേവട്ടെ. ആയിക്കോട്ടെ. എന്നിട്ടാണ് ബാക്കി പരിപാടികൾ. അമ്മ, പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ മഹാഭാരതം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ശരിക്കും യഥാർത്ഥമായിട്ട് മഹാഭാരതത്തിൻ്റെ ഓരോ രംഗങ്ങളൊന്നും നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഇത് എന്താണെന്ന് തന്നെ നമുക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ഈ പുസ്തകം വായിക്കുന്നവർക്ക് മാത്രമേ അതിനെപ്പറ്റിയൊക്കെ അറിയുള്ളൂ. നമുക്കൊന്നും ഇത് ആരാണ് ഈ വന്നു പോയത്, ആ താടി വിട്ട ആളാരാണ്, അത് ഭീഷ്മൻ, മറ്റേ ആളാരാണ്, ഇങ്ങനെ ഓരോരുത്തർ ദ്രോണാചാര്യർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. അപ്പോൾ ഞായറാഴ്ചകളുടെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഞങ്ങൾ വന്നിട്ട് നിങ്ങളോടൊക്കെ ചോദിക്കും, അതാരമ്മ, ഇതാരാന്ന് നമുക്ക് ചോദിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ അച്ഛമ്മ എല്ലാവരും ഇരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ച. കാരണം അന്ന് എന്താ പറയുക, ലോകപ്രശസ്തമായ ഒരു മഹാഭാരത സീരിയൽ എന്ന് പറയുന്നത് അത്ര ഫേമസ് ആയിരുന്നു. അതുകൊണ്ട് ഈ മഹാഭാരതം എന്താണെന്ന് അറിയാത്ത ആൾക്കാരെ മുഴുവനും മഹാഭാരതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ഓരോ രംഗങ്ങളും മനഃപ്പാഠമായി അല്ലേ. അത് മനഃപ്പാടാകാത്തൊരു വ്യക്തിയില്ല. കാരണം അന്നൊരു എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞ ഞായറാഴ്ച ദിവസമുള്ള മഹാഭാരതം, അതിന് മുമ്പുള്ള രാമായണമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് പിന്നെ ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. അതിൻ്റെ അടുത്തത് എങ്ങനെയായിരിക്കും, വേറെ ആൾ പറഞ്ഞത് എങ്ങനെയായിരിക്കും, ഇനിയൊരാൾ പറഞ്ഞത് എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മഹാഭാരതം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തി ആരാണ്? ശ്രീകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ ശാപം ഏറ്റുവാങ്ങേണ്ട വ്യക്തി ആരായിരുന്നു? എല്ലാ ശാപങ്ങളും കുറ്റങ്ങളും ഒക്കെ ശ്രീകൃഷ്ണന് മാത്രം സ്വന്തം. ബാക്കി എല്ലാവരും ധർമ്മത്തിൻ്റെ വിജയത്തിന് ബാക്കി എല്ലാവരും സന്തോഷമായി ജീവിക്കുമ്പോൾ ശാപം മാത്രം ഏറ്റുവാങ്ങാൻ ഒരു കഥാപാത്രമായി മാറി ഭഗവാനായ കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണനെ പറ്റി കുറ്റം പറയാനും കുറ്റം കണ്ടുപിടിക്കാനും മാത്രമായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ആൾക്കാരുണ്ടാകുന്നുള്ളൂ. അങ്ങനെ ഉദ്ധവർ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അറിയോ? ഉദ്ധവർ പറഞ്ഞ ഒരാൾ ഒരു മിത്രനാണ്, ശ്രീകൃഷ്ണ ഭക്തനാണ്, ശ്രീകൃഷ്ണൻ്റെ ബന്ധുവാണ്. അവർ മഹാഭാരതം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ രീതിയിൽ അവർ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ അവർ കൃഷ്ണൻ ഇങ്ങനെ തിരഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ കുരുക്ഷേത്ര യുദ്ധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടമാണ്. എല്ലാം കഴിഞ്ഞ് കൃഷ്ണൻ അവസാന യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന സമയമാണ്. ആ സമയത്ത് കൃഷ്ണനെ കണ്ടൊരു ചോദ്യം ചോദിച്ചു. ഇപ്പോൾ ഉദ്ധവർ ഞാനും കൃഷ്ണൻ അമ്മയും, ഫോർ എക്സാമ്പിൾ കേട്ട് നോക്കൂ. അപ്പോൾ മഹാഭാരതത്തിൽ അല്ല, കൃഷ്ണനാ കരുതാ. അപ്പൊ കരുതിയിട്ട് കൃഷ്ണൻ എന്താണോ ഉത്തരം പറയണത്. കാരണം അതിന്റെ ഓരോ രംഗങ്ങളും അമ്മയ്ക്ക് അറിയാമല്ലോ. എന്താണ് മഹാഭാരതം, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്, എന്താണത്, നമ്മളതിൻ്റെ ഓരോ സന്നിവേശങ്ങളും ശരിക്കും പറഞ്ഞാൽ അത് മനഃപ്പാഠമാണ് ഓരോരുത്തർക്കും അല്ലേ. നമ്മുടെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും അതിൻ്റെ ഓരോ രംഗങ്ങൾ ഇപ്പോഴും അറിയാം. അപ്പം അതുകൊണ്ട് അന്ന് അങ്ങോട്ട് ചോദിച്ച ആ ചോദ്യങ്ങൾ കൃഷ്ണനോടാണ്. അപ്പം കൃഷ്ണൻ എന്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഊഹിച്ചിട്ട് വേണം അമ്മ പറയാൻ. മനസ്സിലായി? അല്ലല്ല തെറ്റ് പറ്റി ഞാൻ എനിക്കറിയാം. അപ്പം ഞാനത് ഞാൻ തിരുത്തി പറയാം. തിരുത്തി തരാം തെറ്റുണ്ടെങ്കിൽ. തെറ്റ് പറ്റാൻ വഴിയില്ല അമ്മ. കാരണം എന്തറിയോ, എപ്പോഴാണ് ഈ മഹാഭാരതം തുടങ്ങാമെന്ന് കാത്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയായിരുന്നു അമ്മ അല്ലേ. അത് കാരണം കൊണ്ട് അതിന് തെറ്റുപറ്റാൻ വഴിയില്ല. പിന്നെ പല പല പുസ്തകങ്ങൾ അന്ന് കാലത്ത് അമ്മ വായിച്ചിട്ടുണ്ട് മഹാഭാരതത്തിൻ്റെ ഓരോന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നാളത്തെ എന്താവും, പിന്നെ വരാൻ പോണ അതെ ഇതിൻ്റെ അടുത്ത ഭാഗം എന്തായിരിക്കും,
അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഓരോ പുസ്തകങ്ങൾ കടം മേടിച്ച് ലൈബ്രറിയിൽ പോയിട്ട് നമ്മളെ കൊണ്ട് പുസ്തകം കൊണ്ടുവരിച്ച് വായിച്ചിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ലളിതമായിട്ട് വായിക്കാൻ പറ്റും. ഇതിനേക്കാളും നല്ലത് വേറെ ഉണ്ടാവും, അതിനേക്കാളും നല്ലത് ഇനിയൊന്നും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചോദിച്ച ചോദ്യം, ആദ്യത്തെ ചോദ്യം എന്തറിയോ? കൃഷ്ണനോട് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാം. ഞാനിത് കന്നഡത്തിലാണല്ലോ ഇതൊക്കെ വായിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന പേരുകളിൽ ചില ഉച്ചാരണത്തിന് വ്യത്യാസം വരും. അത് സാരില്ല. ഇതിനിപ്പോൾ അവാർഡ് തരില്ല എന്നാണല്ലോ. അതെ, ഇപ്പോൾ ഇപ്പം നന്നായിട്ട് പറഞ്ഞാൽ നമുക്ക് ഞങ്ങൾ അവാർഡൊന്നും തരില്ല. ഇനി മോശമായിട്ട് പറഞ്ഞ അവാർഡ് ഞങ്ങൾ പുറത്താക്കൂല. എന്തെങ്കിലും തരും, സപ്പോർട്ടിങ് ആക്ടറിൻ്റെ അവാർഡെങ്കിലും ഉറപ്പായിട്ട് തരും. അപ്പോൾ അങ്ങോട്ട് ആ മഹാജ്ഞാനിയും കൂടിയാണ് മൂപ്പര് എന്ത് ചെയ്തു? കൃഷ്ണനെ അങ്ങോട്ട് തടഞ്ഞു നിർത്തി. കൃഷ്ണനെ തടഞ്ഞു നിർത്തിയിട്ട് ഇപ്പം അമ്മയാണ് കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണനെ തടഞ്ഞു നിർത്തിയെന്ന് വെച്ചോളൂ. നിങ്ങളവിടെ നിന്നു എന്ന് വെച്ചാളൂ. കൃഷ്ണ, എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ സൗഹൃദ ബന്ധം എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ്, ഈ സൗഹൃദ ബന്ധത്തിൽ യഥാർത്ഥ സൗഹൃദ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്? മൂപ്പർ ആദ്യമായിട്ട് ചോദ്യൊരു ചോദ്യമാണ്. എന്താണ് ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അർത്ഥം എന്താണ്? ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അർത്ഥം എന്താ പറയുക? ഒരു സുഹൃത്ത് ആപത്ഘട്ടത്തിലിരിക്കുന്ന സമയത്ത് വിളിക്കാതെയും പറയാതെ അറിഞ്ഞുകൊണ്ട് ഓടി എത്തി സഹായിക്കുക. അത് ഏത് കൃഷ്ണനാണ് കേട്ടോ, കൃഷ്ണനാണ് പറയണത്. കൃഷ്ണൻ തന്നെയാണ് പറയുന്നത്. അപ്പൊ ആപത്ഘട്ടത്തില് അവര് വിളിക്കാതെ, അവനെന്നെ വിളിച്ചില്ല, അങ്ങനെയല്ല, വിളിക്കാതെ തന്നെ പോയി ആ ആപത്ഘട്ടത്തിൽ എന്താണോ സഹായിക്കാൻ പറ്റുക അത് സഹായിക്കുന്ന ഒരാളാണ് യഥാർത്ഥ മിത്രം. നിർത്ത് കൃഷ്ണ, അവിടെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണല്ലോ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയണത്. അപ്പൊ എല്ലാം അറിയുന്ന ജ്ഞാനിയാണല്ലോ കൃഷ്ണൻ ആണോ? അല്ലേ? അപ്പൊ ഇതെന്താ മറ്റേ രുക്മിണിയുടെ കയ്യിൽ നിന്ന് കടം പിടിച്ചിട്ട് കൊണ്ടുവന്ന പൊട്ട്? നെറ്റിയില് സാരില്ല, അവിടെ ഇരുന്നോട്ടെ. രുക്മിണി വന്നായിരിക്കും അല്ലേ? രുക്മിണിയോ ഭാമയോ ആരാണത് നൽകിയത്? 1008 പേരുണ്ടല്ലോ, ആര് നൽകിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൃഷ്ണൻ എന്തോ ആവാ, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. കൃഷ്ണൻ അതെന്താ ഈ ഇടയ്ക്ക് എപ്പോഴും ക്രിസ്തുവിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നോ? ഈ വേഷത്തിന് വ്യത്യാസമുണ്ട്. അതും പോട്ടെ, കൃഷ്ണൻ എന്തോ ആവാം. അപ്പം അത് ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എൻ്റെ കള്ള കൃഷ്ണ ഒരു ചോദ്യം ചോദിക്കട്ടെ. അന്ന് ഈ പകടകളി ഇട്ടായിരുന്നില്ല, പകടകളി ഈ ഹസ്തിനാപുരയിൽ. ആ പകടകളി കൊണ്ടാണല്ലോ കുരുക്ഷേത്ര വംശം തന്നെ സർവനാശമായി പോയത്. അപ്പം ഈ പകട കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് പകട കളിക്കുകയാണെങ്കിലും ഇന്ന് സീറ്റ് കളിക്കുകയാണെങ്കിലും ഇതൊക്കെ ഒന്നെന്നെയല്ലേ? ഇത് കളിക്കാൻ പാടില്ല എന്ന് കൃഷ്ണൻ അറിയാമല്ലോ. ഈ പകടകളി തെറ്റാണെന്നറിയാമല്ലോ. ഈ പകടകളിൽ ചതിയുണ്ടെന്നറിയാമല്ലോ. എല്ലാം മുൻകൂട്ടി കാണാൻ പറ്റുന്ന കൃഷ്ണനപ്പം എന്താ പശുക്കളുടെ കുഴൽ ഊതിക്കൊണ്ടിരിക്കുകയായിരുന്നു? അതോ ഈ 1008 പേരിനെ മീറ്റിംഗ് ചെയ്യാൻ പോരൊക്കെയായിരുന്നു? ഈ സമയത്ത് സുഹൃത്തുക്കളും ബന്ധുക്കളുമായ ഈ പാണ്ഡവരൊന്നും രക്ഷിക്കായിരുന്നില്ലേ? ഈ കള്ളക്കളിയും ഒന്ന് രക്ഷിച്ചു കൊടുക്കായിരുന്നില്ല? എന്തുകൊണ്ട് ചെയ്തില്ല? ആണോ? അത് വലിയ തെറ്റായെന്നവരാണ്. ഈ വിവേകം, യുക്തി എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് കളിയിലാണെങ്കിലും ഏത് യുദ്ധം അങ്ങനെയുള്ള ഏതിലും ഒരു യുക്തിയുണ്ട്, ഒരു വിവേകമുണ്ട്. അപ്പൊ ആ വിവേകം എവിടെയാണോ ഉള്ളത് അതിന്റെ കൂടെയാണ് എനിക്ക് നിൽക്കാൻ പറ്റൂ കൃഷ്ണന്. മനസ്സിലായോ? കാരണം ദുര്യോധനന് പകട കളിക്കാൻ അറിയില്ല, ധർമ്മരായനും പകട കളിക്കാൻ അറിയില്ല. A to Z അവർക്ക് രണ്ടുപേർക്കും അറിയില്ല. ഈ രണ്ട് മണ്ടന്മാരായിരുന്നു പകട കളിക്കേണ്ടത്. അല്പസ്വല്പം അറിയാം. അപ്പൊ ദുര്യോധനന് വിവേകം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദുര്യോധനൻ എന്ത് ചെയ്തു? ഞാൻ പണയ വസ്തു എന്താണോ അത് ഞാൻ വെക്കാം, പക്ഷെ എന്റെ പകരം പകട ഉരുട്ടുന്നത് എന്റെ മാമനായ ശകുനിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വിവേകം കാണിച്ചോ? ദുര്യോധനന് പകട കളിക്കാൻ അറിയില്ല, പക്ഷെ വിവേകം അവിടെ പ്രവർത്തിച്ചോ? അതേപോലെ ധർമ്മരായനും അറിയില്ല. അപ്പൊ ധർമ്മരായൻ എന്ത് പറയണം? ഞാൻ എന്റെ പണയ വസ്തു ഞാൻ വെക്കാം, എന്റെ പകരം പകട ഉരുട്ടുന്നത് എന്റെ മച്ചുണനാണല്ലോ കൃഷ്ണനാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പൊ അവിടെ വിവേകമില്ല ധർമ്മരായന്. അപ്പൊ വിവേകമാണ് അവിടെ ജയിച്ചത്. അപ്പൊ ആ വിവേകം ജയിക്കുന്നിടത്ത് അത് പ്രപഞ്ച നീതിയാണ്. അപ്പൊ ഞാൻ അവിടെ വന്ന് തടയിടാൻ പാടില്ല. അപ്പൊ വിവേകം അവിടെ ജയിക്കുന്നോ? അവിടെ വിവേകം, നമ്മുടെ യുക്തി, നമ്മുടെ വിവേകമൊക്കെ ജയിക്കുന്ന സ്ഥലത്ത് ഭഗവാൻ അടക്കം പോയിട്ട് തടവയ്ക്കാൻ പറ്റില്ല. കാരണം വിവേകത്തിന് തടവെച്ച അതിൻ്റെ അർത്ഥം സത്യത്തിനെ തടഞ്ഞു നിർത്തിയതാണ്. അപ്പൊ ബുദ്ധി ഉപയോഗിക്കുന്നത് അത് ഒരു അധർമ്മിയാണെങ്കിലും ധർമ്മിയാണെങ്കിലും അവന്റെ ബുദ്ധി കൊണ്ടാണ് അവൻ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ആ യുക്തിക്ക് നമ്മളൊരു റെസ്പെക്ട് കൊടുക്കണം. ഓക്കെ, അത് ഞാൻ അങ്ങനെ സംഭവിച്ചു. അതൊക്കെ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ പകട വീണുകൊണ്ടിരിക്കുന്ന കള്ളപ്പകടയായിരുന്നല്ലോ. ഈ പകട വീണുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ധർമ്മരായനെതിരായിട്ടാണ് വീണുകൊണ്ടിരുന്നത്. കാരണം ശകുനിയുടെ കൈവശമുള്ള പകട അങ്ങനത്തെ പകടയായിരുന്നു. അപ്പം ആയിക്കോട്ടെ, ആ പകട വീഴുന്ന സമയത്ത് അതിനൊന്ന് തിരിച്ച് ധർമ്മരായൻ ജയിക്കും പോലെ ചെയ്യായിരുന്നു ഒന്ന്. രണ്ടാമത്തത്
രാജ്യം പണയം വെച്ചു, സമ്പത്ത് മുഴുവനും പണയം വെച്ചു, സഹോദരന്മാരെ പണയം വെച്ചു. പാണ്ഡവർ മുഴുവനും പണയായി. സ്വയം ധർമ്മരായനും പണയാവണേക്കാളും മുമ്പ് ധർമ്മരായനും സ്വയം പണയപ്പെടുത്തി. എന്നിട്ട് ദ്രൗപദിയും പണയപ്പെടുത്തി. എന്നിട്ട് ദ്രൗപദിനെ ഇടിച്ച് കുത്തി വരിച്ച് മുടിയൊക്കെ പിടിച്ച് ചെരിച്ച് കൊണ്ടുവന്ന് അവസാനം കൊണ്ടുവന്നിട്ട് ആ സാരി വസ്ത്രാരണം പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ആ സമയത്ത് ഒരൊറ്റ വരവ് കൃഷ്ണൻ. എന്തിന്? ഇത്രയും മഹാരഥികൾ കുരുക്ഷേത്രത്തിൻ്റെ ആ ഒരു മറ്റേ ഹസ്തിനാപുരിയിൽ ആ രംഗം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വലിയൊരാളാവാൻ വേണ്ടിയിട്ട് ഓൺ ദി സ്പോട്ടിൽ ഇത്രയൊക്കെ അക്രമം നടക്കുമ്പോൾ വരാതെ ഇടിച്ച് ആ ദ്രൗപദിയുടെ മോന്തയിലൊക്കെ ചോര വരുത്തുമ്പോഴൊന്നും തിരിഞ്ഞു നോക്കാണ്ട് ആ വസ്ത്രാരണം നടത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്ന് ഏതോ ടെക്സ്റ്റൈൽസിന് സാരി കൊടുക്കുമ്പോൾ കൊടുത്തില്ലേ? സത്യം പറഞ്ഞാൽ കൃഷ്ണ അത് നിൻ്റെ പേരിന് വേണ്ടിയിട്ടായിരുന്നില്ലേ? നിനക്ക് പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? അവിടെ പിതാതുല്യരായ വ്യക്തികളുണ്ടായി, പിതാമഹൻ ഉണ്ടായിരുന്നു, ആ വീരശൂരനായ കർണൻ, അർജുനൻ, ഭീമൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പോട്ടെ, പാണ്ഡവരൊക്കെ മറ്റേ പണയപ്പെടുത്തി കഴിഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലോ ഗംഗാപുത്രനായ ഭീഷ്മൻ മുതൽ എത്ര മഹാരഥികൾ അവിടെ ഉണ്ടാവുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ തോന്നാത്തത് ആ സമയത്ത് ഓൺ ദി സ്പോട്ടിൽ വന്നിട്ട് കൃഷ്ണനൊരു സാരിയും സത്യം പറഞ്ഞാൽ കൃഷ്ണനൊരു പൊകല് കിട്ടാൻ വേണ്ടി ചെയ്തതല്ലേ? നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട്. കൃഷ്ണന് മാത്രം അവിടെ അതിനെ കഴിവുണ്ടാകുന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിന് മറുപടി ഞാൻ പറയാം. ആദ്യം ധർമ്മരായൻ എല്ലാം നഷ്ടപ്പെട്ടല്ലോ, ആ സമയത്ത് വന്നില്ല എന്നുള്ളതാണല്ലോ ആദ്യത്തെ ചോദ്യം. ആ സമയത്ത് വന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാളും ധർമ്മരായൻ മനസ്സിൽ ചിന്തിച്ചത് എന്താണെന്നറിയോ? എന്താണ്? ഭഗവാനെ, ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എൻ്റെ കൃഷ്ണ, നീ ഇതറിയരുതേ, നീ സഭയിലേക്ക് കടന്നു വരരുതേ എന്ന് തൊഴുതു മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ എന്നെ അങ്ങോട്ട് വരരുത് എന്ന് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ എങ്ങനെ അങ്ങോട്ട് വരും? ഓഹോ, നാണക്കേട് കാരണം കൊണ്ട് ധർമ്മരായൻ കൃഷ്ണൻ ഇവിടെ വരാൻ പാടില്ല. ഭഗവാനെ, കൃഷ്ണ, നീ ഇതറിയരുത്, എന്റെ കൃഷ്ണ, നീ ഇങ്ങോട്ട് കടന്നു വരരുത് എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോ എങ്ങനെയാണ് എനിക്ക് അങ്ങോട്ട് കടന്നു വരാൻ പറ്റുക? ആയോ? പിന്നെ ദ്രൗപദി സഭയിലേക്ക് വന്ന് വസ്ത്രാഭരണം ചെയ്യുന്നവരെ എന്തിനാണ് കാത്തു നിന്നതെന്നാണല്ലോ. അപ്പൊ അതല്ല, ദ്രൗപദിയെ ദുശ്ശാസനൻ അവിടെ അന്തപുരത്ത് പോയി പിടിച്ചു വലിക്കുന്ന സമയത്ത് ദ്രൗപദി സ്വയം പ്രാപ്തയായിരുന്നു. അവള് സ്വയം പ്രാപ്തയാവാൻ എനിക്ക് പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് പോരാടിയത്. എന്നിട്ട് ദുശ്ശാസനം മുടിയെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുമ്പോഴും കൃഷ്ണനെ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല. മനസ്സിലായോ? കൃഷ്ണ, നീ എന്നെ രക്ഷിക്കുന്നു പറഞ്ഞില്ല, കൃഷ്ണനെ സ്മരിച്ചതേ ഇല്ല. പിന്നെ രാജ്യസഭയിൽ വന്നപ്പോഴും എൻ്റെ വീരന്മാരായ 5 ഭർത്താക്കന്മാരുണ്ട്, അവരിൽ വിശ്വാസം അർപ്പിച്ചു. അതില്ലാന്ന് തോന്നിട്ട് ആയിരിക്കട്ടെ, അവരുടെ വിശ്വാസം, ആ ദ്രൗപദിയുടെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. അവസാനം അവിടെയുള്ള മഹാരഥന്മാര്, ഭീഷ്മര്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, കർണൻ, ഒരുപാട് ആൾക്കാർ, അവര് ദ്രോണാചാര്യ, അങ്ങനെ ഒരുപാട് മഹാരഥികളുണ്ട്. അവരിൽ ആരെങ്കിലും എന്നെ രക്ഷിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസം. അപ്പൊ അവരോടൊക്കെ ഓരോന്നും പിതൃതുല്യര്, പിതാമഹന്മാര്, ഗുരുതുല്യര്, അവരിൽ ആരെങ്കിലും എന്നെ രക്ഷിക്കുന്നുള്ള ഒരു മനസ്സിലെ ഒരു വിശ്വാസം. അപ്പോഴും കൃഷ്ണനെ സ്മരിച്ചതേ ഇല്ല. അവസാനം ഇവരെല്ലാവരും തലതാഴ്ത്തിയ സമയത്ത് ദുശ്ശാസനൻ അവളുടെ സാരി വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചപ്പോ അപ്പോഴാണ് കൃഷ്ണ എന്ന് വിളിച്ചത്. അപ്പൊ കൃഷ്ണൻ എത്തിയില്ലേ? ആ ക്ഷണം കൃഷ്ണൻ അവിടെ എന്താ വേണ്ടത് അത് ചെയ്തില്ലേ? അപ്പൊ അത് എവിടെയാണ് കൃഷ്ണന്റെ തെറ്റ്? ഒരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ കൃഷ്ണ, ഒരു തെറ്റ് കൃഷ്ണന്റെ അപ്പോഴും അവിടെ ബാക്കി വരുന്നുണ്ട്. എന്താ അറിയോ? കൃഷ്ണൻ ഭഗവാനല്ലേ? ഈ നിമിഷം എന്ത് നടക്കും, അടുത്ത നിമിഷം എന്ത് നടക്കും, എല്ലാം അറിയാവുന്ന കൃഷ്ണനൊക്കെ സ്വാർത്ഥിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇതൊന്ന് കഴിഞ്ഞിട്ട് അല്ല, കൃഷ്ണൻ ആ സമയത്ത് ഒരു സ്വാർത്ഥത കാണിച്ചു എന്ന് ഉത്തവർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉത്തവർ ചോദിച്ചു, ഞാൻ ചോദിക്കല്ല കേട്ടോ, അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോഴും കൃഷ്ണനൊരു സ്വാർത്ഥയാണ്. അപ്പോ ഉത്തവർ എന്നാണ് പറയുന്നത്, 2 പേരിൽ വിളിക്കുമായിരുന്നു. യഥാർത്ഥത്തില് പണ്ട് ഇതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നതാണ്. അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ അതേ കേട്ട ഞാൻ അമ്മേനോട് ചോദിക്കുകയാണ്. അമ്മ അതിന്റെ ഉത്തരം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒന്നും മീഡിയ ഒന്നും അത്ര വളർന്നുണ്ടാകുന്നില്ല ആ കാലഘട്ടത്തിൽ, അല്ലേ? അരപ്പ് വെള്ളം ഒഴിച്ച്
അല്ലേ അമ്മ? അന്ന് ശനി ഞായർ ഒരു സിനിമ, ദൂരദർശൻ്റെ ഒരു സിനിമ, പിന്നെ മഹാഭാരതം എന്ന് പറയണം അന്നൊക്കെ ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു. അത് മനസ്സിലങ്ങ് പതിഞ്ഞു പോവും. ഈ ആഴ്ച വന്ന മഹാഭാരതം അടുത്ത ആഴ്ച വരെ നമ്മളത് മനസ്സിൽ കൊണ്ടുകിടന്ന് അടുത്ത ആഴ്ച അതിൻ്റെ ബാക്കിയും കൂടി കാണുമ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഒരേ ക്ലാസ്സിൽ നിന്ന് പഠിക്കും പോലെയാണ്. അത്രത്തോളം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ഓരോ അക്ഷരങ്ങളും നമ്മുടെ വായിന്ന് തെറ്റില്ല. സത്യം പറഞ്ഞാൽ ഗ്രന്ഥങ്ങളെടുത്ത് വായിച്ച് നോക്കിയിട്ട് മഹാഭാരതത്തിൽ ഇന്ന സമയത്ത് ഇന്നത് എന്ത് സംഭവിച്ചു എന്ന് നോക്കേണ്ട ആവശ്യം കൂടി ഇല്ലാത്ത രീതിയിൽ അത്രയും പെർഫെക്ഷനിൽ എടുത്തിട്ടുണ്ടാകുന്ന മഹാഭാരതം അല്ലേ? ഒരു തെറ്റും കൂടി സംഭവിക്കാണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് തളയൊക്കെ വരുന്നവരെ നമുക്ക് അടച്ചു. പിന്നെ അതുകൊണ്ടൊരു ഗുണം എന്തുണ്ടായെന്നറിയോ? ഒരുപാട് രാമായണ മഹാഭാരതത്തിൻ്റെ പുസ്തകങ്ങൾ സെയിലായി. കന്നഡത്തിലും തെലുങ്കിലും മലയാളത്തിലും അല്ലേ? അതിനുശേഷം അതിലേക്ക് ആൾക്കാർ ഓടിച്ചെന്നു. അത് ഹിന്ദുക്കളെന്നില്ല, മുസ്ലിംസ് എന്നില്ല, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി അടുത്ത എപ്പിസോഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, കൃഷ്ണൻ ഇത്തിരി കള്ളത്തര ഇല്ലേ? ഞാനെന്നല്ല സ്വാർത്ഥതയില്ലേ കൃഷ്ണൻ പറയൂ, ഉണ്ടോ ഇല്ലേ? കൃഷ്ണൻ സത്യമായിട്ട് പറയൂ, ഉണ്ടോ ഇല്ലേ? അപ്പൊ കൃഷ്ണ ഒരു വലിയൊരു ആപത്ത് നടക്കുന്ന സമയത്ത്, ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞില്ലേ ധർമ്മരായൻ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പകടകളി നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത്, കൃഷ്ണ നീ വരരുതേ, നീ ഇങ്ങോട്ട് വന്നു പോകരുതേ, ഞാൻ അപമാനിതനാവത്, നീ കാണാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചു. സ്വാഭാവികം. അപ്പോൾ കൃഷ്ണ നീ ഭഗവാനല്ലേ? ഇത്രയും വലിയ അനീതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ സ്വയം പണയപ്പെടുത്തി, അനീതിയാണ് ആ പകടന്നെ, ഒരു കള്ളപ്പകടയാണ്. അതിൻ്റെ കഥയൊക്കെ നമുക്ക് പിന്നെ ഒരു വശം പറയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലെല്ലാം കള്ളത്തരങ്ങൾ നടക്കുകയെന്ന് കൃഷ്ണൻ എവിടെ ഇരുന്നത് മുഴുവൻ അറിയാം. ഇന്നലെ ആ ദ്രൗപദിനെ ഇടിച്ച് വലിച്ച് കൊണ്ടുവരുമ്പോഴൊക്കെ കൃഷ്ണൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ സാരി വലിച്ച് ഇനി എന്താ ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോഴാണ് കൃഷ്ണൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചതല്ല, അങ്ങോട്ട് ചോദിച്ചതാണ്. എന്താ ചോദ്യം എന്ന് പറഞ്ഞാൽ, നിന്നെ ശയനപ്രദർശനം ചെയ്താ, നിന്നെ തൊഴുത് കുമ്പിട്ട് കർപ്പൂരം കത്തിച്ച് വിളക്ക് കത്തിച്ച് വായോ കൃഷ്ണ എന്ന് നിലവിളിച്ചാൽ മാത്രമേ കൃഷ്ണ നിനക്ക് വരാൻ പറ്റുള്ളൂ. ആപത്തുള്ള അവിടെ ഓടിയെത്തേണ്ട എല്ലാം അറിയുന്ന സർവനാഥനായ സർവശക്തനായ സർവ അവതാരങ്ങളിലും വിരാജനായിരിക്കുന്ന സർവ ലോകത്തിൻ്റെ സർവശക്തനായ ഭഗവാനെ ഓടി എത്തണ്ടേ ആ സമയത്ത്? വിളിക്കാണ്ട് വരണ്ടേ? കണ്ടില്ലേ, ആപത്തുള്ള സമയത്ത് വിളിക്കാണ്ട് വരുന്ന സുഹൃത്തെന്ന് പറഞ്ഞു തന്നവൻ തന്നെയല്ലേ കൃഷ്ണൻ. അപ്പോൾ ആ കൃഷ്ണൻ ആപത്തുള്ള അടുത്ത് ഓടി എത്തണ്ടേ? അതിന് കൃഷ്ണ നീ വായോ, കൃഷ്ണ നീ വായോ എന്ന് വിളിക്കണോ? തെറ്റല്ലേ കൃഷ്ണ? അതെന്താ അറിയോ, ഒരു ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു നന്മ ചെയ്യുമ്പോൾ എനിക്കതിന്റെ കൃഷ്ണൻ അങ്ങനെ വിരൽ കൊണ്ടാറില്ല കേട്ടോ. അതൊന്നുമില്ല. കൃഷ്ണൻ ശാന്തസ്വരൂപമായിട്ട് ചിരിച്ചിട്ടാണ് പറയാ. അല്ല ഇപ്പൊ അമ്മ കൃഷ്ണന്റെ റോളിലാണ് നിക്കണ അവിടെ. മയിൽപ്പീലി ഇടണ്ടായിരുന്നു, ഞാൻ കൊണ്ടുവന്നില്ല, മറന്നു. ഉണ്ട്, വേണം, കൊണ്ടുവന്നേരണം. പറയൂ. അല്ല ഹെയർ സ്റ്റൈല് മാറ്റായിരുന്നു മയിൽപ്പീലി. നിങ്ങൾ ഒരു കുറ്റം ചെയ്യുമ്പോൾ ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. എനിക്ക് നല്ലത് വരും അടുത്ത ജന്മത്തില്, അതിന്റെ അടുത്ത ജന്മത്തില്, അല്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടും, ഞാൻ വാഴ്ത്തപ്പെടും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണല്ലോ നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവം കാണും എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ നന്മ ചെയ്യാം. നന്മകളൊക്കെ ചെയ്യും. അപ്പൊ തിന്മ ചെയ്യുമ്പോൾ ഈ ദൈവം കാണുന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? എന്താ പറഞ്ഞ, നന്മ ചെയ്യുമ്പോൾ മാത്രം ദൈവം കാണും, തിന്മ ചെയ്യുമ്പോൾ ദൈവം കണ്ണടച്ചിട്ടിരിക്കുക. അപ്പൊ പ്രായമായി എന്നൊക്കെ വെറുതെ പറയാണ്. പ്രായമൊക്കെ ഒരു നമ്പറാണ്. ഇത്രയും വർഷത്തിന് ശേഷം ചോദിക്കുമ്പോൾ പുഷ്പം പോലെ പറഞ്ഞല്ലോ അമ്മ. ഇതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമെന്ന് വിചാരിച്ചു. ഒരു ലെവലേശം മിസ്റ്റേക്ക് വരുന്നത് അടിപൊളിയായിട്ട് പറഞ്ഞു. നന്മ ചെയ്യുമ്പോൾ കാണുന്ന ദൈവം നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ എല്ലാ നന്മകളും തിന്മകളും നമ്മുടെ എല്ലാ പ്രവൃത്തിയും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഞാൻ നന്മ ചെയ്യുമ്പോൾ അത് കാണും, തിന്മ ചെയ്യുമ്പോൾ കണ്ടില്ല എന്നുള്ള വിശ്വാസം ഉണ്ടാവും ആർക്കെങ്കിലും? ബുദ്ധിയില്ലേ എന്ന് വെച്ചാ നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഈ നല്ല കാര്യം ഞാൻ ചെയ്യുന്നത് ഭഗവാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്ന നന്മയ്ക്ക് നാളെ എനിക്ക് ഫലം കിട്ടും, ദൈവാനുഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന നീ തന്നെ ദൈവം പൊറുക്കാൻ പറ്റാത്ത തിന്മ ചെയ്യുമ്പോൾ ആ ദൈവം അവിടെ തന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമാണ്, ഒരു സാക്ഷി. അപ്പോ ഞാനൊരു ഭൂതനാഥനായിട്ട് അവിടെ നിൽക്കും. പക്ഷെ നീ ചെയ്യുന്ന നല്ലതിനും ചീത്തയ്ക്കും കൊടുക്കാനുള്ള ഫലം ഞാൻ കൊടുക്കും, കർമ്മഫലം. അതായത് നീ നന്മ ചെയ്താൽ അതിന് നല്ല ഫലം കിട്ടും, തിന്മ ചെയ്താൽ അതിനുള്ള ഫലം നിനക്ക് കിട്ടും. അത് മാത്രമാണ് എൻ്റെ ദൗത്യം. മനസ്സിലായോ? അതാണ് കൃഷ്ണന്റെ. പിന്നെ ഇങ്ങനൊരു ചോദ്യം, ഉത്തവരും കൂടി ചോദിക്കാത്തൊരു ചോദ്യം ഞാൻ ചോദിക്കാം. അല്ല കൃഷ്ണനെ ഇങ്ങോട്ട് നോക്ക്. കൃഷ്ണ പാചകമൊക്കെ പിന്നെ ചെയ്യും കേട്ടോ. കൃഷ്ണൻ ഇപ്പോൾ പാചക പണിക്കൊക്കെ ആയോ? ഒരു മിനിറ്റ് കൃഷ്ണ ഇങ്ങോട്ട് നോക്കൂ. ഇതൊക്കെ ഭീമന്റെ പണിയായിരുന്നല്ലോ. ഭീമൻ എന്താ വിളിക്കുക? നല്ല പാചകനോ? അല്ല ഈ പാചകം ചെയ്യുമ്പോ ഭീമനൊരു പേര്. അപ്പോളേ കൃഷ്ണ അങ്ങോട്ട് നോക്കൂ. ഈ ഇടയ്ക്ക് വെണ്ണ കണ്ടമാനം തിന്നുണ്ടോ? ഇത്ര കൃഷ്ണ തടി വെച്ച പോലെ.
കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ തടിയൊന്നും ഉണ്ടാകുന്നില്ല. മെലിഞ്ഞ സുന്ദരനായ കൃഷ്ണനായിരുന്നു. ഇതെന്ത് പറ്റി കൃഷ്ണൻ? കൃഷ്ണൻ എന്താ ഈ വല്ല പർവ്വതം പോലത്തെ വല്ല വെണ്ണ എടുത്ത് മെഴുകിയോ? അയ്യോ, അത്രയും തടിച്ചോ? കൃഷ്ണന്റെ കാര്യമാണ് ചോദിച്ചത്. കൃഷ്ണനൊക്കെ ഒരു മിനിമം തടിയല്ലേ ഉള്ളൂ. കൃഷ്ണൻ എന്ത് സംഭവിച്ചു? ഇഷ്ടമല്ല. പിന്നെ എന്താ കൃഷ്ണ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ? രുക്മിണിനെ കോപ്പി അടിക്കുകയാണോ? അല്ല, ലക്ഷ്മി ദേവി ഹൃദയത്തിലാണല്ലോ വസിക്കണത് അല്ലേ? അല്ല കൃഷ്ണ, ഈ ഹൃദയത്തിൽ ലക്ഷ്മി ദേവിനെ വെച്ചിട്ടാണോ 10,008 പേരിന്റെ പിന്നമർത്ത് പോയത്? അതിന്റെ ഉത്തരവൊന്നും എനിക്ക് ഇപ്പൊ കിട്ടണം കേട്ടോ. കൃഷ്ണനെ നേരിട്ട് കണ്ടിരിക്കണം, ഒന്ന് പറയൂ. അതൊരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിലൊക്കെ പോവല്ലേ? അല്ല, അത് അങ്ങനെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അത് വെറുതെ പറയുന്നതാണ്, ഒരു സങ്കല്പം മാത്രമാണ്. ആണല്ലേ? അതിന്റെ കഥയൊന്നും ഇപ്പൊ പറയണ്ട, കാരണം ബിഗ് എപ്പിസോഡാവും. അതൊക്കെ പോട്ടെ. കൃഷ്ണൻ ഇപ്പൊ എന്താ കഴിക്കുന്നത് ഫുഡ് ശരിക്കും? കൃഷ്ണൻ ഇപ്പൊ ഫുൾ വെജിറ്റേറിയൻ ആണ്. അതല്ല കൃഷ്ണ, അല്ല കൃഷ്ണൻ അന്നും വെജിറ്റേറിയൻ. എന്ത് വർത്താനാ പറയണത്? അല്ലമ്മ, പച്ചക്കറി മാത്രമാണ് കഴിക്കുന്നത്. ഓ അങ്ങനെ. ഈ വെണ്ണയൊന്നും പച്ചക്കറിയിൽ പെടില്ലേ? അല്ല, വെണ്ണ പാല് ഇതൊക്കെ ഇട്ടിട്ട് പച്ചക്കറി കഴിഞ്ഞിരിക്കുക. അല്ല കൃഷ്ണ, ആ ഓടക്കുഴൽ അത് കണ്ടില്ലേ? ഓടക്കുഴൽ അവിടെ എടുത്ത് വെച്ചിരിക്കുക. അപ്പൊ വെള്ളത്തിലേക്ക് ഓടക്കുഴൽ. ഓ, അത് രാധയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണല്ലേ? അതെന്തറിയോ? അതറിയില്ല, അതൊരു കഥയുണ്ട്, അത് വേറൊരു ദിവസം പറയാം. ഇപ്പൊ പറ്റില്ല. രാധ ഇഹലോകം വെടിഞ്ഞ ശേഷം കൃഷ്ണൻ ഓടക്കുഴൽ ഉപയോഗിച്ചിട്ടില്ല, അത് ഉപേക്ഷിച്ചു. അതെയോ? അത് എവിടെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ പോയി എടുത്തിട്ട് വരായിരുന്നു. അതങ്ങനെ മുറിച്ചു കളഞ്ഞ പിന്നെ ഒരു രക്ഷയില്ല. അതാണ് അവരുടെ ഒരു പ്രണയത്തിന്റെ ദിവ്യത്വം. അങ്ങനെ ഒരു കഥയുണ്ട്. പക്ഷെ എന്നാലും കൃഷ്ണ, നീ പ്രായം കൂടിയ രാധേനാണല്ലോ കൃഷ്ണ സ്നേഹിച്ച്. അതത്ര ദിവ്യത്വം അല്ലല്ലോ. അത് വേണ്ട, ഇപ്പൊ വേണ്ട. ഇത് ഇതന്നെ വലിയ കഥയായി. ഇനി അതിൻ്റെ ഒപ്പം ഒരു കഥയും കൂടി വേണ്ട. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. അങ്ങനെ കഥകളൊക്കെ ഒരുപാടുണ്ട് പുരാണങ്ങളിൽ. കുറ്റല്ല, ഞാൻ ഉത്തവർ ചോദിച്ച ചോദ്യമാണ് ചോദിച്ചത്. അമ്മ, ഞാൻ ഉത്തമനാവാൻ വേണ്ടി നോക്കിയതല്ല. ഉത്തവർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അത് കൃഷ്ണനോട് ചോദിച്ചു. അത് കൃഷ്ണൻ അതിനുള്ള മറുപടി പറഞ്ഞു. ആ മറുപടി തെറ്റാണ്ട് അമ്മ എനിക്ക് അതേപോലെ പണ്ടത്തെ പോലെ പറഞ്ഞു തരുമെന്നൊന്ന് കേൾക്കാൻ വേണ്ടി പറഞ്ഞു. അതെങ്ങനെ പുരാണങ്ങൾ മറക്കുക? അതൊക്കെ കുറെ പ്രാവശ്യം വായിച്ചതല്ലേ. ഉത്തവർ ശരിക്കും ആരാണ്? ഉത്തവർ ശരിക്കും കൃഷ്ണന്റെ ബന്ധുവാണ്. ഒരു മാമന്റെ മകനൊക്കെ ആയിട്ട് വരും. പിന്നെ കൃഷ്ണന്റെ ആസ്ഥാനത്തിന്റെ മന്ത്രിയോ അങ്ങനെയൊക്കെ ആയിരുന്നു ഉത്തവർ. ഉത്തമർ അങ്ങനെയായിരുന്നു, മനസ്സിലായോ? അല്ലാണ്ട് ബന്ധു, കളിക്കൂട്ടുകാരൻ, പിന്നെ ഏറ്റവും വലിയ കൃഷ്ണ ഭക്തനും കൂടിയായി. എന്നിട്ടാണ് ഈ ആൾക്ക് ഇത്രയും സംശയം കൃഷ്ണനോട്. അതായത് മഹാഭാരതം കഴിഞ്ഞപ്പോൾ ആളുടെ മനസ്സിലൊരു സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. കാരണം എന്താണ് കൃഷ്ണൻ ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നല്ലോ അവരായിട്ട്. അമ്മയ്ക്ക് ചില സമയത്ത് എന്നോട് സംശയം കൊണ്ട് കൃഷ്ണന് പറ്റാത്തത് എന്താണുള്ളത്? ഒന്നുമില്ല. അപ്പൊ അതെന്താണ് ചെയ്യാനിരുന്നത് എന്നുള്ളൊരു സംശയം. അതിനുള്ള ചോദ്യങ്ങൾക്ക് മറുപടി. അതിന്റെ പേരാണ് ഉദ്ധവ ഗീതം. ഇപ്പൊ നമ്മുടെ എന്താണ് ഗീതയില്ലേ, അതേപോലെ ഭഗവത്ഗീതയില്ലേ, അതേപോലെ തന്നെ ആണ് ഉദ്ധവഗീത എന്ന് പറഞ്ഞാലാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യങ്ങളെ പോലെ ചില കാര്യങ്ങൾ ഉദ്ധവഗീതയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രേഷ്ഠമാണെന്ന് പറയുന്നുണ്ട് അല്ലമ്മ. അതിലൊരുപാട് അറിയാനുള്ള, സാധാരണ ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു മഹാഭാരതത്തില് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആ ഗീതയിൽ സാധാരണ ജനങ്ങള് ചിന്തിക്കുന്ന കാര്യങ്ങൾ എഴുതി. എന്തുകൊണ്ട് എന്റെ കർമ്മത്തിന് ഫലം, അങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും ഉദ്ധവഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് അത് വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വരും. അങ്ങോട്ട് കൃഷ്ണനോട് ചോദിച്ചാൽ ഒരുപാടുണ്ട് ചോദ്യങ്ങൾ. അതിൽ ചിലത് മാത്രം ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പം ഉണക്കമുളക്, കടുക് അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ കണ്ടമാനുണ്ട്. അതിലെവിടെയോ 3-4 ചോദ്യങ്ങൾ നമ്മളെടുത്ത് ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ ആ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ അറിയോ, നമ്മൾ ചെയ്യുന്ന നന്മകളെല്ലാം ദൈവം കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന തിന്മകളും അപ്പൊ നീ നിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു. നല്ലവരാണെങ്കിൽ നല്ലത് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന വിശ്വാസം നിനക്ക് ഉണ്ടായിക്കോട്ടെ. പൊട്ട ചെയ്യുമ്പോൾ നീ ദുഷ്ടനായി മാറുന്നു ഞാൻ കാണുന്നുണ്ടെന്നുള്ള വിശ്വാസം നിനക്ക് ഉണ്ടാവട്ടെ. നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക ദൈവത്തിന്റെ കണ്ണടയ്ക്കാൻ പറ്റും, നമുക്ക് പറ്റില്ല. അപ്പൊ നന്മ ചെയ്യുമ്പോൾ ഞാൻ നന്മ ചെയ്തു എന്നുള്ളൊരു സമാധാനം നമുക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും. അതുപോലെ തിന്മ ചെയ്യുമ്പോൾ ഒരു ഭയം നമുക്ക് വേണം, ഇതും ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ.
കഴിഞ്ഞു. ഇനി ഇത് വറവ് വെച്ചു ഇതായിട്ടാണ്ട് പൊട്ടിയ ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും കൃഷ്ണൻ്റെ വേഷം കൊള്ളാട്ടോ. ഇതാ. പിന്നെ കൃഷ്ണ എപ്പോഴെങ്കിലും കൃഷ്ണൻ ഇങ്ങനെ പോകുമ്പോഴോ വരുമ്പോഴോ എപ്പോഴെങ്കിലൊക്കെ കർത്താവിനെ മീറ്റ് ചെയ്യാറുണ്ടോ? അതെല്ലാം ഒന്നാണ്. ഞാൻ അതല്ല ചോദിച്ചു. 2 അവതാരങ്ങളാണല്ലോ. അത് കൃഷ്ണന്റെ തന്നെ 2 അവതാരമാണെങ്കിലും രാമനും കൃഷ്ണനും ഒക്കെ രണ്ടാണല്ലോ. അപ്പോൾ യേശു ഒക്കെ ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 2 കഥാപാത്രമായി മാറിയല്ലോ. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയില്ല, അതിന് ചോദിച്ച് അങ്ങോട്ട് സംസാരിച്ചില്ല. അത് നമ്മുടെ മനുഷ്യരുടെ ദൃഷ്ടിയിലാണ് അങ്ങനെ. അവരൊന്നാണ്. അപ്പൊ പിന്നെ അവർ കണ്ടുമുട്ടേണ്ട ആവശ്യമില്ല. അതറിയില്ല. അവരെല്ലാം ഒന്നാണ്. പിന്നെ രാമനും റഹീമനും ഒക്കെ ഒന്നാണ്. അപ്പൊ എനിക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട്. നല്ല അടിപൊളി ഹെയർ സ്റ്റൈലായിരുന്നു യേശപ്പൻ്റെ. യേശുനാഥൻ്റെ അടിപൊളി ഹെയർ സ്റ്റൈൽ, നല്ല താടി. കൃഷ്ണനാണെങ്കിൽ മീശയില്ല, താടിയില്ല. കൃഷ്ണ 2 കോലത്തിലും ഒന്നുമില്ലേ? കൃഷ്ണ നീ ഭയങ്കരം തന്നെ കേട്ടോ. നീ അപ്പം തന്നെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള ആളാണല്ലേ. ശ്രീരാമനാകുമ്പോൾ മീശയില്ല, താടിയില്ല. യേശു ആകുമ്പോൾ അത് വെച്ചില്ല. എന്നാലോ യേശു ആകുമ്പോൾ താടി മീശയൊക്കെ വെച്ച് നല്ല ഹെയർ സ്റ്റൈലൊക്കെ വിട്ട് അതൊരു വേറൊരു ഗ്ലാമർ ലുക്ക്. കൃഷ്ണനാകുമ്പോൾ വേറൊരു ലുക്ക്. യഥാർത്ഥത്തിൽ നിനക്ക് ഇനി എത്ര ലുക്കുണ്ട്? 9 ലുക്ക് കഴിഞ്ഞു അല്ലേ? അതോ 10 ആയോ? 10 ആയമ്മ. ഇനിയൊരു 11ാമത്തെ അവതാരം ഉണ്ട്. അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. അതിനു വേണ്ടി ദയവ് ചെയ്തിട്ട് എൻ്റെ കൃഷ്ണ പ്രളയമൊന്നും കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ടുവരുത് കേട്ടോ. നല്ല രീതിയിൽ വിളിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അവിടെ പ്രളയം, ഇവിടെ പ്രളയം, ഭൂകമ്പം നീ തന്നെ സൃഷ്ടിച്ചതല്ലേ. ഞങ്ങളൊക്കെ മെല്ലെ വിളിച്ചാൽ ഞങ്ങൾ നല്ല രീതിയിൽ അങ്ങോട്ട് വന്നോളാം. ദുരിതമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ ആൾക്കാരെ കൃഷ്ണൻ ഊണ് കഴിക്കാൻ വിളിക്കും പ്രസാദമായിട്ട്. അപ്പൊ എങ്ങനെ പ്രസാദോട്ട് കഴിക്കാനാ വിളിക്കണേ? അപ്പൊ കണ്ടില്ലേ, ഇതാണ് ചെറുപയറും കായും കൂടിയിട്ടുള്ള, പച്ചക്കായും കൂടിയിട്ടുള്ള ഒരു കറിയ കൂട്ട്. ഇതിന് കൂട്ട് എന്നാ പറയാ. അപ്പൊ നമ്മള് ഈ ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കാറുണ്ട്. പക്ഷെ ഇത് പച്ചമുളകാണ്. പച്ചമുളകും ജീരകം നാളികേരം ഒക്കെ കൂടിയിട്ടാണ്. നല്ല സ്വാദുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. നല്ല കളർഫുൾ ആയിരിക്കും. നമ്മളിപ്പോ കുറെ കറികളൊക്കെ വെക്കുമ്പോ ഓരോരോ കളറിൽ ഇങ്ങനെ ഇലയിലൊക്കെ വിളമ്പുമ്പോ നല്ല ടേസ്റ്റ് അല്ലേ, കാണുമ്പോ ഒരു ഭംഗി ഉണ്ടാവും. അപ്പൊ ഓക്കെ. അപ്പൊ കൃഷ്ണൻ വിളിക്കണ്ടേ, വന്നോളൂ. അപ്പൊ ഊണ് കഴിക്കാൻ വരും കേട്ടോ. ഞാൻ ഇതും തരാം. ഇതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. ഇനി തീരുമാനിച്ചിട്ടില്ല എന്താ അതിന്റെ കൂടെ ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ വരികയാണെങ്കിൽ പറയൂ കേട്ടോ. അപ്പൊ ബൈ.